ഡെസേർട്ടുകൾ ഇഷ്ടമില്ലാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഓറഞ്ച് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡെസേർട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനായിട്ട് നമ്മളിതാ ആദ്യം 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ചിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കുള്ള ഒരു പൾപ്പ് ഒന്ന് എടുക്കണം. അതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു തൊലി കേട് വരാത്ത രീതിയിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് സൈഡിലൂടെ ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ആ ഒരു പൾപ്പ് മാത്രമായിട്ട് നമുക്ക് എടുത്തിട്ട് ഇതുപോലെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് ജ്യൂസ് എടുക്കണം. മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കേണ്ട, ഇതുപോലെ തന്നെ അങ്ങ് ജ്യൂസ് എടുത്താൽ മതി. അപ്പോൾ ജ്യൂസ് അവിടെ മാറ്റി വെക്കാം. അതുപോലെ ഓറഞ്ചിൻ്റെ ആ ഒരു തോടും അവിടെ മാറ്റി വെക്കണം കേട്ടോ. വൃത്തിയായിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ വേറൊരു ഓറഞ്ച് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ വൈറ്റ് ഭാഗം പെടരുത്. ഇതുപോലെ ആ ഒരു ഓറഞ്ച് കളറിലുള്ള ഭാഗം മാത്രം എടുക്കുക. എന്നിട്ട് ഒരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 250 മില്ലി പാലാണ്. 1 കപ്പ് 300 മില്ലിയാണ് നമുക്ക് ഇതിലേക്ക് മൊത്തം വേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം 250 മില്ലി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു ബൗളിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ള ഒരു ബാക്കി 50 മില്ലി പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ചൂടായി വന്നിട്ടുള്ള ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൈയെടുക്കാതെ ഇളക്കി തിളപ്പിച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് കുറുക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറി വരാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരുപാട് ചൂട് ആറണ്ട കേട്ടോ, പെട്ടെന്ന് കസ്റ്റാർഡ് സെറ്റായി പോവും. അങ്ങനെ സെറ്റ് ആവരുത്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓറഞ്ചിന്റെ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ജ്യൂസിന്റെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നല്ല മധുരമുള്ള ജ്യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓറഞ്ച് കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ഓറഞ്ചിന്റെ തോടിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ട്യൂട്ടി ഫ്രൂട്ടും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പാർട്ടികളിലൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കസ്റ്റാർഡാണ്. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്